Okay, factor group. Next, fundamental homomorphism theorem we discuss ചെയ്തു. Next one example. The projection map pi1 from Z4 cross Z2 to Z4 into Z4 given by pi1 of xy equal to x. Projection map നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Z4 ക്രോസ് ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ്. Z4 ക്രോസ് Z2 ൽ നിന്ന് Z4ലേക്ക്, അതായത് pi1 ആണ് എങ്കിൽ ഇതിലെ മെമ്പേഴ്സ് ഓർഡേഡ് പെയേഴ്സ് ആണ്. ഇതിലെ ഫസ്റ്റ് ഓർഡേഡ് പെയറിനെ അതിന് ഫസ്റ്റ് കോർഡിനേറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു pi1. ഇനി pi2 ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ pi2 ഫ്രം Z4 ക്രോസ് Z2 ടു Z2 വരെ സെക്കൻഡ് കോർഡിനേറ്റിലേക്കായിരിക്കും pi2 ഓഫ് xy ഈക്വൽ ടു y. അതിനാണ് പ്രൊജക്ഷൻ മാപ്പ്. ഇവിടെ നമുക്ക് Z4 ക്രോസ് Z2 ൽ രണ്ട് പ്രൊജക്ഷൻ മാപ്പാണ് ഡിഫൈൻ ചെയ്യാവുന്നത്, pi1 ഉം pi2. ഓക്കെ, ഹിയർ pi1 is a homomorphism of Z4 cross Z2 onto Z4 എന്നാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹോമോമോർഫ്സ് ആണ്. നമുക്ക് ഫസ്റ്റ് നോക്കാം. pi1 ഓഫ് ഹോമോമോർഫ്സ് ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ phi of AB equal to phi of A into phi of B എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ pi1 ഓഫ് AB എന്ന് പറയുമ്പോൾ രണ്ട് എലമെൻറ്റ് Z4 ക്രോസ് Z2 നിന്നാണ് എടുക്കേണ്ടത്. സോ ഓർഡേഡ് പെയേഴ്സ് ആണ്. pi1 ഓഫ് x1 y1 x2 y2 രണ്ട് എലമെൻറ്റ്സ് എടുത്തു. ഇതിൽ നിന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു pi1 ഓഫ് x1 y1 pi1 ഓഫ് ഇൻറ്റു pi1 ഓഫ് x2 y2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. pi1 ഓഫ് x1 y1 ഇൻറ്റു x2 y2, ഇവിടുത്തെ രണ്ട് പെയേഴ്സ് x1 ഇത് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ ഈ രണ്ട് എലമെൻറ്റ്സ് Z4 ക്രോസ് Z2 ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ x1 x2 y1 y2 pi1 ഓഫ് x1 x2. സോ നമുക്ക് Z4ലെ ഓപ്പറേഷൻ ഏതാണോ അതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷൻ മോഡൽ 4 ആണ് ആക്ച്വലി x1 x2 തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ x1 x2 എന്ന് എഴുതിയിരിക്കുന്നു. x1 x2 തമ്മിലുള്ള ഓപ്പറേഷൻ ഇവിടെ ചെയ്യുക. ദെൻ y1 y2 ഇവിടുത്തെ ഓപ്പറേഷൻ ആക്ച്വലി Z2ലെ ഓപ്പറേഷനാണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു pi1 മാപ്പ് ചെയ്യുന്ന ഫസ്റ്റ് കോർഡിനേറ്റിലേക്ക്. സോ ഇൻ ഇമേജ് x1 x2 ഫസ്റ്റ് കോർഡിനേറ്റ്, ഈ ഓർഡേഡ് പെയറിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ x1 എന്ന് പറയുന്നത് pi1 ഓഫ് x1 y1 ആണ്, x2 എന്ന് പറയുന്നത് pi1 ഓഫ് x2 y2 ആണ്. സോ pi1 ഓഫ് x1 y1 x2 y2 ഈക്വൽ ടു pi1 ഓഫ് x1 y1 ഇൻറ്റു pi1 ഓഫ് x2 y2. ഓക്കെ, ദെൻ അഗെയിൻ ഈ ഹോമോമോർഫ്സിൻ്റെ കേർണൽ നോക്കാം. ഇറ്റ്സ് എ ഹോമോമോർഫിസം. അഗെയിൻ ഇത് ഓൺ ടു ആണെന്നുള്ള ക്ലിയർ ആണ്, കാരണം Z4 ക്രോസ് Z2 ൽ നിന്ന് ഇവിടുത്തെ ഓരോ ഓർഡേഡ് പെയേഴ്സിനെയും അതിൽ ഫസ്റ്റ് കോർഡിനേറ്റിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 3 എല്ലാ എലമെൻറ്റ്സും Z4 എല്ലാ എലമെൻറ്റ്സും വരുന്നുണ്ട്. സോ ഇത് ക്ലിയർലി ഓൺ ടു ആണ്. ഇനി എൻ്റെ കേർണൽ കാണാൻ കേർണൽ pi1 ഈക്വൽ ടു നമുക്ക് കേർണൽ എന്താ ശരിക്കും Z4ലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഇവിടുത്തെ Z4ലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സുകളുടെ കളക്ഷനാണ്. സോ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് Z4 അഡീഷൻ മോഡൽ 4ലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആണ്. അപ്പോൾ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സുകളുടെ കളക്ഷൻ. സോ ഇവിടുത്തെ ഏതൊക്കെ ഓർഡേഡ് പെയേഴ്സിന് ഫസ്റ്റ് കോർഡിനേറ്റ് 0 ഉണ്ടോ അതിനെല്ലാം pi1 0ലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് 0 വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? നമുക്ക് 0 0 ഉണ്ട്, ദെൻ 0 1 ഉണ്ട്. ഈ രണ്ട് എലമെൻറ്റേ ഉള്ളൂ. Z2ൽ 0 ഉം 1 മാത്രമേ ഉള്ളൂ. സോ 0 0 0 1 ഈ രണ്ട് എലമെൻറ്റ്സിന് മാത്രമാണ് pi1 0ലേക്ക് മാപ്പ് ചെയ്യുക. സോ കേർണൽ ഓഫ് pi1 എന്ന് പറയുന്ന സെറ്റ് 0 0 0 1. നമുക്ക് ഈ സെറ്റിനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. സെറ്റ് 0 ക്രോസ് Z2 Z4 ക്രോസ് Z2ൻ്റെ സബ് ഗ്രൂപ്പാണ്. സോ അതിന് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. Z4ൽ 0 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സെറ്റ് 0 ക്രോസ് Z2. അപ്പോൾ ഈ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് കോർഡിനേറ്റ് എപ്പോഴും ഓർഡേഡ് പെയേഴ്സ് ആണ് ഇതിലെ മെമ്പേഴ്സ്. ഫസ്റ്റ് കോർഡിനേറ്റ് എപ്പോഴും 0, സെക്കൻഡ് കോർഡിനേറ്റ് Z2 നിന്നാണ്. അപ്പോൾ 0 0 എന്നൊരു നമ്പർ 0 1 എന്നൊരു നമ്പർ. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പഠിച്ച തിയറം ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം യൂസ് ചെയ്താൽ Z4 ക്രോസ് Z2 ഓവർ Z0 ക്രോസ് Z2 is isomorphic to Z4 ആണ് ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം പറയുക. there is an isomorphism from Z4 cross Z2 over H to phi of G over H നിന്ന് phi of Gയിലേക്ക് ഒരു ഐസോമോർഫിസം ഉണ്ട് എന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ phi of G എന്ന് പറയുന്നത് ഇത് ഓൺ ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് phi of G എന്ന് പറയുന്നത് Z4 ഫുള്ളാണ്. സോ isomorphism. Then അതായത് ഈ ഗ്രൂപ്പ് ഈ ഫാക്ടർ ഗ്രൂപ്പ് Z4 ഐസോമോർഫിക് ആണ്. അപ്പോൾ ഈ ഫാക്ടർ ഗ്രൂപ്പിൽ Z4ൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അത്രയും മെമ്പേഴ്സോ കാണുക. 0 1 2 3 ഇതാണ് Z4ലെ മെമ്പേഴ്സ്. അപ്പോൾ 4 മെമ്പേഴ്സാണ് ഈ ഫാക്ടർ ഗ്രൂപ്പിൽ കാണുക. നമുക്ക് നോക്കാം ഈ ഫാക്ടർ ഗ്രൂപ്പ് ഏതാണെന്ന് ജസ്റ്റ് നോക്കാം. Z4 ക്രോസ് Z2 ഓവർ Z0 ക്രോസ് Z2ലെ മെമ്പേഴ്സ്. സോ ഇവിടുന്ന് ഓരോ എലമെൻറ്റും എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുക. നമുക്ക് G ഓവർ Hയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ജിയിൽ നിന്ന് A എടുക്കുക, അപ്പോൾ AH, ജിയിൽ നിന്ന് അടുത്ത എലമെൻറ്റ് B എടുക്കുക, ആ AH ഇല്ലാത്തൊരു എലമെൻറ്റ് എടുക്കുക, അങ്ങനെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് കിട്ടും. BH CH അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് പ്ലസ് യൂസ് ചെയ്യുന്നു.
ഇവിടുത്തെ ഒരു എലമെൻറ്റ് 00 എടുത്തു. 00 പ്ലസ് എച്ചിൻ്റെ പ്ലേസിൽ സെറ്റ് 0 ക്രോസ് Z2. ദെൻ ഈ സെറ്റിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 0 ക്രോസ് Z2ലെ മെമ്പേഴ്സ് ഇതാണ്. സോ 00 അതിനോട് ആഡ് ചെയ്താൽ ഓരോ എലമെൻറ്റിനോട് ആഡ് ചെയ്താൽ അത് തന്നെ കിട്ടുക. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ കോസെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് വൺ. ഓക്കെ, ദെൻ അഗെയിൻ നെക്സ്റ്റ് 10 പ്ലസ് Z0 ക്രോസ് 0 ക്രോസ് Z2 ആണ്, 0 പ്ലസ് അല്ല, 0 ക്രോസ് Z2. 10 പ്ലസ് Z0 ക്രോസ് Z2. സോ ഇതിൽ മെമ്പേഴ്സ് ഏതാ? ഇതിൽ മെമ്പേഴ്സിൻ്റെ ലെഫ്റ്റിൽ 10 ആഡ് ചെയ്യുക. അപ്പോൾ 00യുടെ ലെഫ്റ്റിൽ 10 ആഡ് ചെയ്താൽ 10 വരും. അഗെയിൻ 10 പ്ലസ് 01 എടുത്താൽ എന്ത് കിട്ടുക? 10 പ്ലസ് 01. നെക്സ്റ്റ് എലമെൻറ്റ് 10 10 പ്ലസ് 01 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 10 പ്ലസ് 01 ആഡ് ചെയ്താൽ 1 പ്ലസ് 0 ഫസ്റ്റ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നു. 1 പ്ലസ് 0 1 Z4ലാണത് 1. 0 പ്ലസ് 1 ദാറ്റ് ഈസ് 1. Z2ൽ ഇത് 1 തന്നെ. അപ്പോൾ 1 1 ആയിരിക്കും ഫസ്റ്റ് 0. ഇതിനകത്ത് മെമ്പേഴ്സ് 10യും 11ഉം ആയിരിക്കും ഈ സെറ്റിലെ എലമെൻറ്റ്സ്. ദെൻ ഈ സെറ്റിലെ എലമെൻറ്റ്സ് നോക്കാം. 20 പ്ലസ് Z0 ക്രോസ് Z2. ഇതിൻ്റെ മെമ്പേഴ്സ് 20 ആഡ് ചെയ്യുക. 0 ക്രോസ് Z2ൻ്റെ ലെഫ്റ്റിൽ 20 ആഡ് ചെയ്യുക. അപ്പോൾ 20 പ്ലസ് 00 അതായത് 20 കിട്ടും. അഗെയിൻ 20 പ്ലസ് 01. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 2ഉം സെക്കൻഡ് എലമെൻറ്റ് 1ഉം. 21. അപ്പോൾ 20യും 21ഉം. ഇതുപോലെ നെക്സ്റ്റ് നോക്കുക.